ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റാണ്. ഒരാൾ പാട്ടിലൂടെ മാന്ത്രികം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റൊരാൾ താളത്തിലൂടെ വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു മനോഹര ദമ്പതികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മുടെ കൂടെ നിന്നുള്ളത് ശ്രീകുട്ടിയും പ്രശാന്തുമാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്നറിയാം. ആദ്യം തന്നെ ശ്രീകുട്ടി ചേച്ചിയും പ്രശാന്ത് ചേട്ടനും രണ്ടുപേരും അധ്യാപകരാണ്. അവരിവിടെ ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്, നാദപ്രിയ ആർട്ട് സെൻറ്റർ. ശ്രീകുട്ടി ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ റിയാലിറ്റി ഷോയിലൂടെ മലയാളികളുടെ മനസ്സിൽ വളരെ ഒരു സ്പെഷ്യലായിട്ടൊരു ഇടം നേടിയ ഒരു ആർട്ടിസ്റ്റാണ്. പ്ലേബാക്ക് സിംഗറാണ്. നാടകഗാനങ്ങളും അങ്ങനെ ഒട്ടനവധി ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പ്രശാന്ത് ചേട്ടനാണെങ്കിൽ ഒരു തബല അധ്യാപകനാണ്. ഒരുപാട് ശിക്ഷണങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പം നമുക്കിന്ന് രണ്ടുപേരെയും പരിചയപ്പെടാം. ഹലോ, ഓണാശംസകൾ. എന്നാൽ നമുക്കൊരു ഓണപ്പാട്ട് വെച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ, ഓണം വന്നല്ലോ, പൊന്നോണം വന്നല്ലോ, ഓണവില്ലിൻ താളമിട്ടൊന്നാടുവാനായി വാ, ചിങ്ങക്കാറ്റിൻ തങ്കക്കൊമ്പിൽ ഊഞ്ഞാലാടാൻ വാ, ഊഞ്ഞാലാടാൻ വാ, പൊന്നലരും നിറപൗർണമിയും ഭയങ്കര ഭംഗിയുണ്ടായി രണ്ടുപേരും. പിന്നെ എന്താ ഈ ഓണവിശേഷങ്ങളൊക്കെ എന്തുണ്ട്? പ്രോഗ്രാമുകളും എല്ലാത്തിനെ പറ്റിയിട്ടും ഒന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ. ഞങ്ങളുടെ ഓണം എപ്പോഴും പ്രോഗ്രാം നിറഞ്ഞിരിക്കും അല്ലേ? ഓണത്തിന്റെ ഇപ്പോ ഒരു ഓഫ് സീസൺ കഴിഞ്ഞിട്ട് കർക്കിടക മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെ ഒരു ഓണത്തിന്റെ ഒരു മൂഡ് തന്നെ വരുന്നത് ഓണത്തിന്റെ പ്രോഗ്രാമിന് വിളിക്കുമ്പോഴാണ്. പ്രോഗ്രാം ആണെങ്കിലും റെക്കോർഡിംഗ് ആണെങ്കിലും ഒക്കെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള വിളികൾ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ഓണത്തിന്റെ ഒരു ഫീൽ വന്നു തുടങ്ങുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള വീട്ടിലെ കാര്യങ്ങൾ പോലും. അതെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതും. കാരണം ബന്ധു വീട്ടിലോട്ടൊക്കെ പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പ്ലാൻ ചെയ്യുന്നതും പ്രോഗ്രാമിന്റെ ഡേറ്റ്സുമായിട്ട് ക്ലാഷ് ആവാതെ. പിന്നെ അപ്പം നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ പാട്ട് തബല എന്ന് പറയുന്നത് ഭയങ്കര മാജിക്കലായിട്ട് രണ്ട് സംഭവങ്ങളാണല്ലോ. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളെ കൈ പിടിച്ചുകൊണ്ട് ക്ലാസ്സിൽ ചേർക്കുകയോ അല്ലെങ്കിൽ ഒരു റിതം സെൻസ് ഉണ്ട് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കി ഇതിൽ തുടക്കം കുറിച്ചത് എങ്ങനെയാണ്? ആ ഒരു അനുഭവം പങ്കുവയ്ക്കും. ഒരു കാര്യം പറയാൻ, ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലിയിൽ ആരും മ്യൂസിക്കുമായിട്ട് ബന്ധമുള്ളവരില്ല എന്നുള്ളതാണ് ശരിക്കും. അതുകൊണ്ട് പക്ഷേ ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ തരാൻ പോലും പറ്റുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പാടുന്നത് ഓണത്തിന് ഈ നമ്മുടെ നാട്ടിലൊക്കെ പ്രോഗ്രാംസൊക്കെ ഈ ക്ലബ്ബുകളുടെയൊക്കെ ഓണ പ്രോഗ്രാംസ് വയ്ക്കുമല്ലോ. അപ്പോൾ അന്ന് മത്സരങ്ങളുണ്ടാകും, ലളിതഗാനം, പദ്യം ചൊല്ലുക, അങ്ങനെയൊക്കെ പറഞ്ഞ് മത്സരങ്ങളുണ്ടാകും. അവിടെ പാടിയിട്ടാണ് ഞാൻ പാടും എന്നുള്ളത് എൻ്റെ നാട്ടുകാരും എൻ്റെ വീട്ടുകാരും ഒക്കെ ഒന്നും കൂടി ഒന്ന് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ സ്കൂളിലൊന്ന് പാടി തുടങ്ങുന്നതും ഒരു ലൈറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞ് ഞാൻ പാടുന്നത് ഒരു ഓണപ്പാട്ടാണ്. അന്ന് ലൈറ്റ് മ്യൂസിക് ഏതാ ഓണപ്പാട്ട് ഏതാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം എൻ്റെ പാരൻസിനെ വിളിച്ച് എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞു, മോള് നന്നായിട്ട് പാടുന്നുണ്ട്, അപ്പോൾ പാട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് അതിന് ശേഷമാണ് എന്നെ പാട്ട് പഠിപ്പിക്കാനും ഒക്കെ ആക്കി. അങ്ങനെയാണ് എൻ്റെ ഒരു മ്യൂസിക് ലേണിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതെ, ചേട്ടൻ്റെയോ? എനിക്ക് ഞാനിപ്പം തബലയിലേക്ക് വന്നത്, ഞങ്ങള് ചെറുകോൽ ശുഭാനന്ദാശ്രമത്തിലെ ഡിവോട്ടീസ് ആണ്. അപ്പൊ അവിടെ ആശ്രമത്തിന്റെ പ്രാർത്ഥനയുണ്ട്, ആരാധന എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ട്. അപ്പൊ അങ്ങനെ ആരാധനയ്ക്ക് പോകുമ്പോൾ അന്ന് പുറത്തുനിന്ന് തബല വായിക്കാനായിട്ട് ഒരാളിനെ വിളിക്കും. അപ്പൊ അവരുടെ ബാഗില് കൈമണി, ടാമ്പറിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ അടുത്ത് പോയിരുന്നിട്ട് അവരുടെ അടുത്ത് ഇരിക്കുക, ഇങ്ങനെ ഇതിൽ തട്ടി നോക്കുക, പിന്നെ താളം പിടിക്കുക. അവരുടെ കൂട്ടിരുന്ന് ഞാൻ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരാളായിട്ട് അങ്ങ് മാറും. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു താളബോധം ഉണ്ടെന്നുള്ളൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നതും പിന്നെ ഞാൻ പഠിക്കാനായിട്ട് പോകുന്നതും.
ആദ്യം ഇവിടെ KPSCയിലാണ് തബല പഠിച്ചു തുടങ്ങിയത്. നൂറിനാട് രാമകൃഷ്ണൻ എന്ന് പറയുന്നൊരു മാഷാണ്. അപ്പോൾ മാഷ് ഇപ്പോഴും വളരെ തിരക്കുള്ള ഫീൽഡിലുള്ള ആർട്ടിസ്റ്റാണ്. പിന്നെ കായംകുളം തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഷൺമുഖനാശാനുണ്ട്. ആശാന്റെ അടുത്താണ് പിന്നെ അരങ്ങേറ്റത്തിനൊക്കെ പ്രിപ്പയർ ചെയ്തത്. ഞാൻ ഓണത്തിന് വീട്ടിൽ തബല വാങ്ങിയതിന് ശേഷം ഈ സന്ധ്യയ്ക്ക് നാമം ജപിക്കുമ്പോഴൊക്കെ തബല എടുത്ത് വെച്ച് വായിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓണാഘോഷത്തിനാണ് സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് പോയി വേറൊരാൾ പാടുന്നതിൻ്റെ കൂടെ വായിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അങ്കിളുണ്ട്. അപ്പോൾ അങ്കിൾ അവിടെയുള്ള ഞങ്ങൾ കുട്ടികളെല്ലാവരെയും വിളിച്ചിങ്ങനെ പാട്ട് പാടിപ്പിക്കുകയും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ചു, അവൻ്റെ അടുത്ത് തബല ഉണ്ട്, എന്നാൽ പിന്നെ തബലയായിട്ട് വരാം. അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സംഗീത യാത്ര തുടങ്ങുന്നത് ഒരു ഓണം സീസണിൽ തന്നെയാണെന്ന് പറയാം. അതെ അതെ, അപ്പോൾ എല്ലാം ഒരു ഓണമായിട്ട് ഇന്റർകണക്റ്റഡ് ആണ്. തീർച്ചയായും. ഓക്കെ, അപ്പോൾ പിന്നെ ഈ പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ ചേച്ചി ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിലൂടെ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെ കുറേ പാട്ടുകൾ, ഇപ്പം ലൈറ്റ് മ്യൂസിക് ആയാലും നാടകഗാനങ്ങളായാലും അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇപ്പോൾ വൈറലായി ഭയങ്കര ആൾക്കാരിലെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു എമിനൻ്റ് ആയിട്ടൊരു ജഡ്ജിങ് പാനലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഗ്രൂമിങ് സെഷനും ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ശരിക്കും റിയാലിറ്റി ഷോ എൻ്റെ ഒരു പാട്ട് പഠിക്കാനുള്ള ഒരു അപ്രോച്ചിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം ഒരു പാട്ട് നോർമലി ഞാനൊരു പാട്ട് പഠിക്കുന്നത് ജസ്റ്റ് കേൾക്കും, ലിറിക്സ് എഴുതിയെടുക്കും, അങ്ങനെ അങ്ങ് പഠിക്കും. ഡീറ്റെയിലിംഗ് എന്നുള്ള ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് വരെ. പക്ഷേ ഒരു പാട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എത്രമാത്രം ശ്രദ്ധിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ആ ഗ്രൂമിങ് സെഷനും ഒക്കെ കൊണ്ടാണ് മനസ്സിലായത്. പിന്നെ ജഡ്ജസിൻ്റെ കമൻസ് ആയാലും നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും അവർ പറഞ്ഞു തരുമ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമല്ലോ എന്ന് നമുക്ക് മനസ്സിലാവും. അന്ന് ചിത്ര ചേച്ചിയും ജഡ്ജിങ് പാനലിലുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയൊക്കെ നമ്മൾ ജാനകിയമ്മയുടെ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഓരോ ലൈനിലും വരുന്ന മിസ്റ്റേക്സ് ഒക്കെ പറയും. അപ്പോൾ അവരത്രയും ആ പാട്ടിനെ ശ്രദ്ധിക്കുന്നുണ്ടെന്നോ ആ പാട്ടിനെ അവർ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കുന്നുണ്ടെന്നാണല്ലോ. അപ്പോൾ അവർ അത്രയും ഫേമസ് ആയിട്ടുള്ള ചേച്ചിയൊക്കെ അങ്ങനെ പഠിക്കുമ്പോൾ ഇതൊന്നും അല്ലാത്ത നമ്മൾ എത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കണം എന്നുള്ള ഒരു ചിന്ത വരും. അതിനുശേഷം പിന്നെ പാട്ട് പഠിക്കുമ്പോഴെല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങി. അത് നല്ലൊരു പ്ലാറ്റ്ഫോമായിരുന്നു ശരിക്കും മ്യൂസിക് ലേണിങ്ങിൽ. അതൊരു ഭയങ്കര ഭാഗ്യം തന്നെയാണല്ലേ ശരിക്കും. അല്ലെങ്കിൽ ഒരു സംഗീതം അല്ലെങ്കിൽ പാട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പാടുന്ന ഒരാൾക്ക് കിട്ടാൻ പറ്റുന്നതിലും വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതെ അതെ, ഞാൻ ആദ്യമായിട്ടൊരു റിയാലിറ്റി ഷോയിൽ പാടുന്നത് അത് ആ ഷോയിൽ. അന്ന് ചിത്ര ചേച്ചി, എം ജി ശ്രീകുമാർ സാർ, ശരത് സാർ. അപ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ജഡ്ജസിൻ്റെ മുമ്പിൽ പാടാനും പഠിക്കാനും ഒക്കെ പറ്റി. ഭയങ്കര സന്തോഷം. പിന്നെ ഇപ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പോൾ ചേട്ടനാണെങ്കിലും ഇപ്പോൾ കുറേ കുട്ടികളെ പഠിപ്പിച്ചൊരു വലിയ സാറാണ്, അധ്യാപകനാണ്. അപ്പോൾ അതെന്താ ഇപ്പോൾ ഒരു അനുഭവം എന്താ? അതായത് ഇപ്പോൾ കുറേ പേരെ പഠിപ്പിക്കുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു, ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു കാര്യമല്ലേ? അപ്പോൾ കുറേ ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടെന്ന് കേട്ടോ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സ്വപ്ന സാഫല്യമാണ് ഞങ്ങളുടെ ഈ ഒരു നാദപ്രിയ ആർട്ട് സെന്റർ എന്ന് പറയുന്നത്. ടീച്ചിങ്ങിനെ പറ്റിയുള്ള ഞങ്ങളുടെ ഒരു പാഷൻ ആണ്. അതിൻ്റെ ഒരു ഒരു സ്വപ്ന സാഫല്യം തന്നെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ ഒരു ആർട്ടിലേക്ക് വരുമ്പോൾ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് വളരെ നമ്മളെ ആദ്യ സമയം സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഏതൊരു ആർട്ട് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പും നമ്മളെ കറക്റ്റായിട്ട് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. അപ്പോൾ അവര് നമ്മളെ ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തന്നെ ഇത് മനസ്സിലാകത്തില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഞാൻ ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് മുതലാണ് ഇതിൻ്റെ തുടക്കം. പറയുമ്പോൾ അത് മുതൽ പറയണമല്ലോ. പിന്നീട് നമ്മൾ ചെല്ലുന്ന ഗുരുക്കന്മാർ, എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് രണ്ട് രീതിയിലും തബല ആണെങ്കിലും മൃദംഗമാണെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഒരു ട്രഡീഷണൽ രീതിയിൽ നമ്മുടെ ഗുരു ശിഷ്യ പരമ്പരാടിസ്ഥാനത്തിലും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ടീച്ചിങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭയങ്കര പാഷനാണ്. അതിൻ്റെ ഒരു സാഫല്യമാണ്, ഒരു സ്വപ്ന സാഫല്യം തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ കൊച്ചു കുട്ടികൾ വരുമ്പോൾ അവർ നമ്മുടെ അടുത്ത് അടങ്ങിയിരിക്കാത്ത കുഞ്ഞുങ്ങൾ ആദ്യം, അല്ലെങ്കിൽ പേരൻസിൻ്റെ നിർബന്ധം കൊണ്ട് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് നമ്മളൊരു നല്ല എഫേർട്ട് ഇട്ട് അവർ സ്റ്റേജിൽ എന്തെങ്കിലും ഒരു പെർഫോം ചെയ്ത് കാണുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. പിന്നെ ഈ ഒരു കല സംബന്ധിച്ച് ഏതൊരു അറിവിനെ സംബന്ധിച്ചാണെങ്കിലും
എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കും തോറും നമ്മുടെ ബേസിക്സ് കൂടുതൽ ചിസൽ ചെയ്ത് വരും. അതോടൊപ്പം നമുക്ക് പല കാര്യങ്ങളും കുട്ടികളുടെ സംശയങ്ങളിൽ നിന്ന് നമുക്ക് റിസർച്ച് ചെയ്യാനുണ്ടാവും. അങ്ങനെ ഒരു വലിയൊരു ഒരു ഇന്ധനമാണ് ശരിക്കും ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ സിംഗപ്പൂർ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും കുറേ ഫോറിനേഴ്സിനൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു 70 വയസ്സിന് മുകളിലുള്ള സ്റ്റുഡൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ നമ്മുടെ ഈ ആർട്ട് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഒരു പക്ഷേ അവരെ എല്ലാവരെയും നമുക്ക് പെർഫോമൻസ് ആക്കി മാറ്റാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു പാഷൻ അവരോട് ഷെയർ ചെയ്യുക, അവർക്ക് ഇതിനോടുള്ള ഇഷ്ടം കാണുമ്പോൾ നമുക്കൊരു വലിയ ഒരു സന്തോഷമാണ്. അതാണ് ശരിക്കും ടീച്ചിങ്ങിൽ നമ്മളെ നിലനിർത്തുന്നത്. പിന്നെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി? അതെ, കൂടാതെ ഞങ്ങൾ രണ്ടുപേരും പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ കല പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞങ്ങൾ കണ്ടു. ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് നമുക്ക് അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് നാദപ്രിയ ആർട്ട് സെൻറ്റർ ശരിക്കും. സിംഗപ്പൂരിലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. കാര്യം നമ്മളിവിടെ ട്രഡീഷണലായിട്ട് മാത്രം പഠിച്ചിട്ടുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് പോകുമ്പോൾ ചില കുട്ടികൾ ആദ്യം അവർക്കൊരു അല്പം ഇൻഹിബിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം തന്നെ അവർ പറയുന്നത് പോലൊക്കെ വായിച്ചില്ല പാടിയില്ല എന്നുണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ വാസന ഇല്ലാത്തവരെന്ന് പറയും, അല്ലെങ്കിൽ അവർക്ക് ഒരു ഡ്രൈവ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ നമ്മൾ അതിനകത്തുനിന്ന് പിന്തിരിപ്പിക്കാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ആ കുട്ടികളെ എല്ലാവരെയും ഹോൾഡ് ചെയ്യാന്നുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം നമുക്ക് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ കുട്ടികളെ അവിടെ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഈ വന്ന കുട്ടികൾ ആദ്യം വലിയ റിസൾട്ട് ഒന്നും കാണിക്കാത്ത കുട്ടികൾ പോലും ഗ്രാജുവലി നമുക്ക് അവരെ ഒന്ന് ഇതിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായത് സത്യത്തിൽ അങ്ങനെ വർക്ക് ചെയ്തപ്പോഴാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വേണം നമുക്ക് ട്രഡീഷണൽ വാല്യൂസ് ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാതെ ഒരു മോഡേൺ അക്കാദമിക്കൽ ആയിട്ടുള്ള ഒരു പാറ്റേണിൽ അത് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പം ചിന്തിക്കുന്നത്. അത് ശരിക്കും ഭയങ്കര ഒരു ഐഡിയ തന്നെയാണ്, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ? കാരണം ഇപ്പം ഇവിടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെയും പണ്ട് രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ സെറ്റപ്പിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് കൂടുതലും ഈ പാട്ട്, ഡാൻസ് തുടങ്ങിയ സംഭവങ്ങൾ, അതായത് എക്സ്ട്രാ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ പഠിപ്പിക്കുന്ന സെൻറ്റേഴ്സ് ആണെങ്കിലും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധപ്പെട്ട് ഒരു പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റിയ ഒരു നിമിഷം ഷെയർ ചെയ്യോ കുട്ടികളുമായിട്ടുള്ള? ഞങ്ങളുടെ ഒരു ഇനാഗുറേഷൻ ടൈം തന്നെയാണ്, അതും ഒരു ഓണത്തിനാണ്. ഓണമായിട്ട് ഫുള്ളി കണക്റ്റഡ് ആണ് ശരിക്കും. അതെ, ഇനാഗുറേഷൻ അത് ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ചെയ്തത്. അതിനു മുമ്പ് വരെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. അവിടുത്തെ പരിമിതമായ ഒരു സൗകര്യത്തിലായിരുന്നു ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലോട്ട് മാറുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. പക്ഷെ ഒരു മൊമെന്റ് ശരിക്കും ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു. മാത്രമല്ല, ഇപ്പൊ പേരൻസ് ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുറവാണ്. അതുപോലെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾ അവര് നല്ല ചൂട് കാണും, ഷീറ്റ് അങ്ങനെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവര് ചിലപ്പോൾ ദീർഘനേരം പ്രാക്ടീസ് ഒക്കെ അവിടെ ചെയ്യേണ്ടി വരും. പക്ഷെ കുട്ടികൾക്ക് മടുപ്പൊന്നുമില്ല. എങ്കിലും ഇത് കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അയ്യോ, കുഞ്ഞുങ്ങളിരുന്ന് അവര് ഒരുപാട് ചൂടത്തിരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ അവരുടെ അടുത്ത് പറയുമായിരുന്നു, നമുക്ക് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു സൗകര്യം തരാൻ പറ്റും എന്ന് അവരുടെ അടുത്ത് തമാശക്ക് പറയുമായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ പണിയൊന്നും തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനുശേഷം ആ കുട്ടികൾ തന്നെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഒരു കുറച്ചും കൂടെ ഭേദപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവർ കുറെ കൂടെ ഇൻസ്പയർഡ് ആയെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പേരൻസ് വന്നു കഴിഞ്ഞാലും അവർക്ക് കുറച്ച് സമയം ഇവിടെ ശാന്തമായിട്ട് ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇവിടെ ഉണ്ട്. അത് കുട്ടികൾക്കും ഒരു വളരെ സന്തോഷമാണ്. ആ ഒരു സന്തോഷം കാണുന്നത് തന്നെയാണ് ശരിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. നമുക്കിപ്പോൾ ഇനി ഒരു പാട്ടായാലോ, ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഒരു നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് എന്നൊക്കെ തോന്നുന്നു നമ്മുടെ മനസ്സിൽ, അതിപ്പം മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ എന്നാൽ പോലും എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ഇപ്പോൾ ഒരു പ്ലേലിസ്റ്റ് എടുക്കുമ്പം നമ്മൾ ആദ്യം പോയി കേൾക്കുന്ന പാട്ട്, അങ്ങനെ തോന്നുന്ന ഒരു പാട്ട് പാടുമോ? താനേ
ചന്ദ്രലേഖ. അയ്യോ ഭയങ്കര ഭംഗിയുണ്ടായി. ശരിക്കും അത് പിന്നെ പിന്നെ പറയുമ്പോഴത്തേക്കും ക്ലീശായിട്ട് തോന്നുന്നത്, പക്ഷെ എന്നാലും ഭയങ്കര മാജിക്കലാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉള്ള പാട്ടായാലും തബല ഭയങ്കര ഭംഗിയായിട്ടുണ്ടായി. അപ്പോൾ പിന്നെ ബാക്കി വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഓണം ഓണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? അതായത് പാട്ട് അല്ലെങ്കിൽ സംഗീതം അതല്ലാണ്ട് മാറ്റി നിർത്തി ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യം സദ്യ. എല്ലാരും പോലെ തന്നെ പായസമൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ. ഞങ്ങൾ രണ്ടുപേരും സ്വീറ്റ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാ. അപ്പം അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്വീറ്റ്സ് മാത്രമല്ല, ഞാൻ പൊതുവെ ഒരു സദ്യപ്രിയനാണ്. ഓ ശരി ശരി. പിന്നെ വീട്ടിൽ അത്തപ്പൂ ഇടുന്നത് വളരെ പ്രധാനമാണ്. 10 ദിവസം അത്തപ്പൂ ഇടും. അമ്മയ്ക്ക് ആ കാര്യത്തിൽ വളരെ. അതെ, അമ്മ ആ ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ ചെയ്യുന്ന ഒരാളാണ്. 10 ദിവസം ചെയ്യുന്നത് അമ്മ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ പണ്ട് സ്കൂൾ കാലത്തൊക്കെ ഓണം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്പെഷ്യൽ ആയിരുന്നല്ലോ. തിരുവാതിര, അത്തപ്പൂ, നമ്മുടെ ഓണപ്പാട്ടുകള്. പക്ഷെ അത് കൂടുതൽ വലുതായി വരുമ്പോൾ തോറും നമ്മുടെ ആ ഒരു ആസ്വദിക്കാനുള്ള അല്ലെങ്കിൽ പരിപാടികളുടെ എണ്ണം കുറയും. പിന്നെ നമ്മൾ കുട്ടിക്കാലത്ത് ഓണക്കോടി കിട്ടാനൊക്കെ കാത്തിരിക്കുക, ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കുറഞ്ഞു വരുമല്ലോ. അപ്പം എന്താ അതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം എന്താ? ശരിക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞു. പറഞ്ഞത് കറക്റ്റാണ്. കാരണം നമുക്ക് അന്നൊക്കെ ഒരു ഓണക്കോടി കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പിന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കുന്നതൊന്നും ഒരു പുതിയ കാര്യമല്ലാണ്ടായി മാറി. നമ്മൾ അങ്ങനെ ഓരോ ഒക്കേഷനും നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ ക്ലബ്ബുകളും അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞല്ലോ. എല്ലാവരും ഫിലിമും ടിവിയും അല്ലേ, ന്യൂക്ലിയർ ഫാമിലിയിൽ ചുരുങ്ങി എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. പക്ഷെ എന്നാലും സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളൊക്കെ ഈ ആർട്ട് അല്ലെങ്കിൽ മ്യൂസിക് ഒക്കെ പഠിക്കാൻ പോയതിന് ശേഷം ഒരു യുവജനോത്സവത്തിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം ഇതിനൊക്കെ ക്ലാസ്സുകൾക്ക് പോവുക. അതിനുശേഷം അവർ ഗ്രേസ് മാർക്ക് വാങ്ങിക്കും, പിന്നെ പരിപാടി അങ്ങ് നിർത്തും അല്ലേ? അങ്ങനെ ഒരു രീതി ഇപ്പോൾ കണ്ടുവരുന്നില്ലേ? തീർച്ചയായും അങ്ങനെ ഒരു ഭൂരിഭാഗം അങ്ങനെയുള്ള കുട്ടികളുണ്ട്. പക്ഷെ അതല്ലാത്ത കുട്ടികളുമുണ്ട്. ഇപ്പോൾ യുവജനോത്സവങ്ങൾ വളരെ അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ ഒരു സ്കൂൾ ലൈഫിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരം തന്നെയാണത്. സ്കൂളിലെ കുട്ടികളോടൊപ്പം തന്നെ സ്കൂളിലെ ടീച്ചേഴ്സും ഇപ്പോൾ പലരും ആ ഒരു ഒറ്റ ഫോക്കസിലേക്ക് ആയിട്ടുണ്ട്. അതായത് യുവജനോത്സവത്തിന് നമ്മൾ മാക്സിമം നമ്മുടെ സ്കൂളിൽ നിന്ന് പാർട്ടിസിപ്പേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടും. അപ്പം അതിനു വേണ്ടിയിട്ട് സബ്ജക്റ്റുകൾ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീരെ പഠിക്കാത്ത കുട്ടികളെ കൊണ്ട് തന്നെ ഒക്കെ അതിൽ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു സ്കൂളുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനും അതോടൊപ്പം തന്നെ നമുക്ക് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ള ഒരു സ്പിരിറ്റിൽ അതിനെ കാണുന്നുള്ളൂ. അതല്ലാതെ കുറച്ച് കുട്ടികളെങ്കിലും ഇതിനകത്ത് നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അവർ കല അഭ്യസിക്കുന്നത് തുടരുന്നുണ്ട്. ഇത് അവർക്കൊരു നല്ല തുടക്കമായിട്ടും വരുന്നുണ്ട്. എങ്കിലും ഒരു മെജോറിറ്റി എനിക്ക് തോന്നുന്നു കുട്ടികൾ കുറച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ എക്സാം ഒക്കെ വരുമ്പോഴേക്കും അങ്ങ് പേടിച്ചിട്ടൊരു ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഇപ്പം നമ്മൾ പോലും അത് നേരിടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് വലിയ 10th അല്ലെങ്കിൽ +2 പോലത്തെ മെയിൻ എക്സാംസിലല്ലാത്ത കുട്ടികൾ പോലും
പലപ്പോഴും എക്സാം ആണെന്ന് പറഞ്ഞിട്ട് ക്ലാസ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ട് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാതെ ഇതിനൊരു മാറ്റി നിർത്തുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഞങ്ങൾ മാറ്റം വരുത്താനായിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മ്യൂസിക്, തബല അതൊക്കെ അല്ലാണ്ട് ബാക്കി എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഇവിടെ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, പിന്നെ സിനിമാറ്റിക് ഡാൻസ് ഉണ്ട്. അവരെല്ലാം നല്ല അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. ക്ലാസിക്കൽ ഡാൻസ് എടുക്കുന്നത് കിഷൻ സജികുമാർ എന്ന് പറഞ്ഞ ഒരു കലാക്ഷേത്രത്തിൽ, ചെന്നൈ കലാക്ഷേത്രത്തിൽ പഠിച്ച സാറാണ്. സിനിമാറ്റിക് ഡാൻസ് എടുക്കുന്നത് വിനീത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫഷണലായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു മാഷാണ്. പിന്നെ നമുക്ക് ഡ്രോയിങ് ഉണ്ട്. ഡ്രോയിങ് ക്ലാസ്സുകൾ എടുക്കുന്നത് ജയപ്രകാശ് മാഷാണ്. കല്ലടയാണ് സ്ഥലം. വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണ്, സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ ഇൻസ്ട്രുമെന്റ്സിലാണെങ്കിൽ ഇത് കൂടാതെ നമുക്കൊരു വെസ്റ്റേൺ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. വെസ്റ്റേൺ വയലിൻ, ഗിറ്റാർ, ഡ്രംസ്, കീബോർഡ്, പിയാനോ അങ്ങനെ. അപ്പോൾ അതിൽ ഒരു വെസ്റ്റേൺ വയലിൻ എടുക്കുന്ന ഒരു സുനീഷ് മാഷുണ്ട്. പിന്നെ കീബോർഡ്, ഡ്രംസ് എടുക്കുന്ന ഒരു സുനിൽ മാഷുണ്ട്. പിന്നെ കർണാട്ടിക് വയലിൻ നമുക്കുണ്ട് ഇവിടെ. ദിവ്യ എന്നാണ് ടീച്ചറിന്റെ പേര്. ടീച്ചർ തൃപ്പൂണിത്തുറ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതാണ്. പിന്നെ യോഗയുണ്ട്, ഫ്ലൂട്ട് ക്ലാസ് ഉണ്ട്, ഫ്ലൂട്ട് ഉണ്ട്, യോഗയുണ്ട്. ഇത്രയും സബ്ജക്റ്റുകൾ. പിന്നെ തബലയും മൃദംഗം ഞാൻ എടുക്കുന്നുണ്ട്. വോക്കൽ ആൻഡ് വീണ ഞാൻ എടുക്കുന്നുണ്ട്. ഓ ശരി. അപ്പോൾ ഈ ഏത് ഏജ് കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളായിരിക്കും കൂടുതൽ? കുഞ്ഞു കുട്ടികളാണോ അതോ വലിയ ആൾക്കാരാണോ? ഇവിടെ നമുക്ക് 4 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവരുണ്ട്. 60 വയസ്സ് വരെ? ശരി. അങ്ങനെ ആ ഒരു പ്രായത്തില് വളരെ ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റാതെ ഇരുന്നവര് ഒരുപാട് അഡൽട്ട് സ്റ്റുഡൻസ് ഉണ്ട്. ഈ കുഞ്ഞു കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് പാടല്ലേ? എങ്ങനെയാ അവര് പറഞ്ഞതിനൊക്കെ അനുസരിക്കുമോ? ഇപ്പോൾ പെർക്കഷൻ ഒക്കെ ആണെങ്കിലും സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചെടുക്കാൻ കുറച്ച് പാടല്ലേ? അപ്പൊ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക? അവര് ആദ്യമൊക്കെ കുറച്ചൊന്ന് പാടായിരിക്കും, പിന്നെ അവര് നമ്മള് കൂടെ വന്നോളും. അവരുടെ ഒരു പേരന്റൽ അവയർനെസ്സും കൂടി ഇതിനകത്ത് വളരെ പ്രധാനമാണ്. കാരണം നമുക്കിപ്പോ ഒരു ഏജ് ലെവലിൽ അവർ പഠിക്കുന്ന ആ ഒരു സ്പീഡിൽ കൊച്ചുകുട്ടികൾ പഠിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പേരൻസിനൊരു ടെൻഷൻ വരും. അവർ ഇത്ര 3 ക്ലാസ്സായി 4 ക്ലാസ്സായി പാട്ട് പാടുന്നില്ല, അങ്ങനെ പറയുന്ന പേരൻസും ഉണ്ട്. അയ്യോ അവര് 1 മാസമായി ക്ലാസ്സിൽ വരുന്നൊന്നും പാടുന്നില്ല, അല്ലെ വയലിൻ വായിക്കുന്നില്ല എന്ന് പറയുന്ന പേരൻസും ഉണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ നമ്മൾ പറഞ്ഞ് അവർക്ക് അത് അവരുടെ ഒരു ആങ്സൈറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്, അല്ലാതെ നമ്മളൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അങ്ങനെ അത് തന്നെ. അപ്പൊ അങ്ങനെയുള്ളവര് ശരിക്കും നമ്മള് ഒരു പക്ഷെ അവരൊരു എൻ്റെ ബാച്ചിന് തന്നെ അവര് ഡിസ്റ്റർബ് ചെയ്ത് നോക്കിയിരിക്കും. പക്ഷെ അവര് നന്നായിട്ട് നമ്മളൊന്ന് നർച്ചർ ചെയ്ത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അവര് പ്രത്യേകിച്ച് ഇൻസ്ട്രുമെന്റ്സിൽ, പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ അങ്ങനെയുള്ള കുട്ടികൾക്ക് എക്സൽ ചെയ്ത് വരാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ തബല അല്ലെങ്കിൽ മൃദംഗം എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടെ മെയിൽ ഡൊമിനേറ്റഡ് ഒരു ഏരിയ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് പെൺകുട്ടികൾ കുറവല്ലേ? അപ്പോൾ ഇവിടെ പെൺകുട്ടികൾ പഠിക്കാൻ ഒരു അവസരം കിട്ടി ആരെങ്കിലും വന്നാൽ അപ്പം എനിക്കറിയാം, ചെറുപ്പത്തിൽ തബല അത് വീട്ടില് ഈ ചേട്ടൻ തബല വായിക്കും നന്നായിട്ട്. കലേഷൻ സാറിൻ്റെ അടുത്തായിരുന്നു ചേട്ടൻ പഠിച്ചത്. അപ്പോൾ ചേട്ടൻ ഇവിടുന്ന് പഠിക്കാനായിട്ട് അഹമ്മദാബാദൊക്കെ പോയ സമയത്ത് അമ്മ അച്ഛനെ നിർബന്ധിച്ചുകൊണ്ട് എന്നെ ആദ്യം ചേർത്തതാണ്. പക്ഷെ പിന്നെ നമുക്ക് അതിനൊരു സന്തോഷം തോന്നും. അതായത് അധികം പെൺകുട്ടികൾ വായിച്ച് കണ്ടിട്ടില്ല. അപ്പം ഭയങ്കര നമുക്കൊരു പ്രൗഡ് ഫീൽ ചെയ്യും. കാരണം അതൊരു ഇപ്പം അധികം കുട്ടികൾ ഗേൾസ് അധികം പഠിക്കുന്നുണ്ട് തബല. എനിക്കിവിടെ സ്റ്റുഡൻസ് ഉണ്ട്. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഒരു കുട്ടി പഠിക്കുന്നുണ്ട്. ഒരു 2 വർഷത്തിന് എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ട് ഓൺലൈൻ, കൃത്യമായിട്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. ഇപ്പൊ എന്റെ അടുത്ത് തബലയും മൃദംഗവും തുടങ്ങിയിട്ടുണ്ട്. കുട്ടി അവിടെ പഠിക്കുകയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. ടൈം എല്ലാം മാനേജ് ചെയ്ത് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ വന്നിരിക്കും. പുറത്തുള്ള കുട്ടികളുണ്ട്. പിന്നെ പാട്ടിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നാടകഗാനങ്ങൾ ഒരുപാട് ചേച്ചി ഇപ്പൊ പാടുന്നില്ലേ? അപ്പോ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു നാടകഗാനത്തിലെ കുറച്ച് വരികൾ. കായംകുളം കൃഷ്ണപുരത്തുള്ള ഒരാളുടെ അടുത്ത് നാടകഗാനങ്ങളെ പറ്റി പറയുമ്പോൾ ആദ്യം പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് KPSC ആണ്. ഓക്കെ, KPSC സുലോചനമ്മ നാടക തറവാട്ടമ്മ ആണ് നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. അപ്പോൾ സുലോചനമ്മയൊക്കെ പണ്ട് എൻ്റെ അടുത്ത് കലേശൻ സാറ്, എൻ്റെ ഗുരുതുല്യനായിട്ടുള്ള കലേശൻ സാറ്, സാറൊക്കെ പഴയ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്.
പണ്ട് പാടി സ്റ്റേജിൽ അഭിനയിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും. അന്നത്തെ അവരനുഭവിക്കുന്ന ആ കഷ്ടപ്പാടും അതിനോടുള്ള ആ ഒരു ഡെഡിക്കേഷനും ഓക്കെ. അപ്പം നമുക്ക് എന്തായാലും ഒരു KP സുലൈമാനിയുടെ ഒരു നാടകഗാനം തന്നെ ആയാലോ? താമരക്കൊമ്പിളുമായി അമ്മാവൻ താഴോട്ട് പോരാമോ, താമരക്കൊമ്പിളുമായി അമ്മാവൻ താഴോട്ട് പോരാമോ, പാവങ്ങളാണേലും ഞങ്ങള് പായസച്ചോറു തരാം, പാവങ്ങളാണേലും ഞങ്ങള് പായസച്ചോറു തരാം, പായസച്ചോറുണ്ടാ ഞങ്ങള് പാടിയുറക്കുമല്ലോ, പായസച്ചോറുണ്ടാ ഞങ്ങള് പാടിയുറക്കുമല്ലോ, പാലമരത്തണലിൽ തൂമലർ പായ വിരിക്കുമല്ലോ, പാലമരത്തണലിൽ തൂമലർ പായ വിരിക്കുമല്ലോ, അമ്പിളിയമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനപ്പുറത്ത്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനപ്പുറത്ത്, അമ്പിളിയമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്. അടിപൊളി. പിന്നെ ബാക്കി വിശേഷങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചേച്ചിയുടെ വീട് ശരിക്കും തിരുവനന്തപുരത്തല്ലേ? തിരുവനന്തപുരം ആറ്റിങ്ങലാണ്. ഓ ശരി ശരി. അപ്പൊ ഇവിടെ കൃഷ്ണപുരത്ത്, അതായത് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് എന്നുള്ളത് പറയുമോ? ഞങ്ങൾ കോളേജിൽ ഡിഗ്രി ഒരുമിച്ചായിരുന്നു ചെയ്തത്. അന്ന് അവിടെ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ ഡിഗ്രി എൻ്റെ PGയും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 2016 കല്യാണം നടന്നത്. ശരി. മോളില്ലേ? മോളെ കണ്ടില്ലല്ലോ. അതെ, മോളുണ്ട്. പൂർണ്ണശ്രീ S കൃഷ്ണൻ അതാണ് പേര്. 4 വയസ്സായി, LKG പഠിക്കുന്നു. കല്യാണി എന്ന് വീട്ടിൽ വിളിക്കും. അവളെങ്ങനെ പാട്ടും ഇതുപോലെ അതിനുശേഷം പിന്നെ ചിലപ്പോ രാത്രിയിൽ ഇരിക്കുമ്പോ നമ്മൾ അന്ന് ക്ലാസ്സിലെടുത്ത് എന്തെങ്കിലും ഒക്കെ പറയും, പോലൊക്കെ പറഞ്ഞു വിളിച്ചു തുടങ്ങിയപ്പോ. ഓക്കെ. പിന്നെ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു ഒരു സംശയമാണ്. അപ്പം ഇപ്പം ചോദിക്കാൻ പറ്റിയൊരു അവസരമായതുകൊണ്ട് ചോദിക്കുക. അതായത് ഇപ്പോൾ 1990-കളിലെയും 80-കളിലെയും അല്ലെങ്കിൽ അതിനെക്കാട്ടും പഴയതായിട്ടുള്ള പാട്ടുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകും. അതായത് ആ പാട്ടിനൊരു പ്രത്യേക സ്ഥാനം എല്ലാ മലയാളികളുടെ മനസ്സിലും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ പുതിയതായിട്ട് ഇറങ്ങുന്ന സിനിമാ പാട്ടുകൾ നമ്മൾ കേൾക്കും, ഇഷ്ടപ്പെടും, പക്ഷെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോകുന്ന ഒരു പ്രവണത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? എനിക്ക് തോന്നുന്നു പുതിയതായിട്ടും ഒത്തിരി നല്ല പാട്ടുകൾ വരുന്നുണ്ട്. നമ്മൾ പുതിയത് ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കും നമ്മൾ ആ പാട്ടുകൾ കൂടുതലായിട്ടും കേൾക്കാത്തത്. ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അന്നത്തെ ജനറേഷൻ ചിലപ്പോൾ ഇതായിരിക്കും, ഈ പാട്ടുകളായിരിക്കും നമ്മളിപ്പോൾ 80s 90s കേൾക്കുന്നത് പോലെ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും നല്ല പാട്ടുകളുണ്ട്. അന്നും അതെ അന്നത്തെ ട്രെൻഡി സോങ്സ് ആയിരുന്നു അന്നത്തെ പാട്ടുകൾ, ഇന്നത്തെ ട്രെൻഡി സോങ്സ് ആണ് ഇന്നത്തെ പാട്ടുകൾ. അപ്പോൾ എങ്കിലും ഒരു കാര്യം നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ പാട്ടിന് ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഇപ്പോൾ കുട്ടികൾ റിയാലിറ്റി ഷോസിൽ പോയി കഴിയുമ്പോൾ അവർ മത്സരത്തിന് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് പഴയ പാട്ടുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു സോങ്ങിന്റെ ഫോർമാറ്റ് നോക്കിയാലും ഒരു അതിന്റെ സാഹിത്യ ശുദ്ധി അല്ലെങ്കിൽ അതിന്റെ വരികളുടെ ഒരു മ്യൂസിക്കൽ റിച്ച്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം അതിലൊരു ഘടകം. പിന്നെ അന്നത്തെ ഒരു സിനിമകളുടെ ഒരു രീതിയും ഇങ്ങനെയല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള വിഷ്വലോടൊപ്പമാണ് പാട്ടുകൾ മനസ്സിൽ നിൽക്കുന്നത് പലരുടെയും. അതെ, ഫിലിം ഡിമാൻഡ് ചെയ്യുന്ന പാട്ടുകളാണല്ലോ വരേണ്ടത്. അപ്പോൾ പണ്ട് ആൾക്കാർ വരികൾ എഴുതിയിട്ട് അതിന് ഇണം കൊടുക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ തിരിച്ചാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ആ ഒരു ഞാൻ ചില ഇന്റർവ്യൂസിലൊക്കെ പഴയ ആൾക്കാർ പറയുന്നുണ്ട്, പണ്ടും വളരെ ചെറിയ തോതിലൊക്കെ ട്യൂണിട്ട് എഴുതിയിരിക്കുമായിരുന്നു. ഇപ്പൊ തന്നെ സലിൽദയൊക്കെ വന്ന് ചെയ്യുന്ന സമയത്ത്, സലിൽദയൊക്കെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം ട്യൂണിട്ട് എഴുതിപ്പിക്കുമായിരുന്നു എന്ന് ശ്രീമാൻ നമ്പി സാർ തന്നെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു പ്രവണത തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതലും കവിതകളിൽ സംഗീതം ആക്കുന്നതായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ പൂർണ്ണമായിട്ടും എഴുതിയിട്ട് അതിലേക്ക് ലിറിക്സ് വെക്കുന്ന രീതിയായിട്ടുണ്ട്. ഇപ്പൊ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാല് പാട്ട് കേൾക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവങ്ങളാണ് ഇറച്ചു നിൽക്കുക. അതായത് ഭയങ്കര ബീറ്റും അങ്ങ് വേറൊരു രീതിയാണ് ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ. അതെ, കാരണം ഇപ്പോഴത്തെ യങ് ജനറേഷൻ അതാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ നമ്മളിപ്പോ ചില കീബോർഡ്സുകൾ സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോ പഴയ പാട്ടുകൾ എടുക്കുമ്പോൾ അതിനകത്ത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ട് മാത്രമേ അതിന്റെ ബാക്കിങ്ങിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലത്ത്
പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരുപാട് സൗണ്ട്സ് ഉണ്ട്. അത് മേ ബി ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സൗണ്ട് ആയിരിക്കണം എന്നില്ല. അപ്പൊ അതിനകത്ത് ഒരുപാട് എഫക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ടോൺസ് എടുത്ത് വേവായിട്ടൊക്കെ എടുത്തിട്ട് അതിനെ ഇങ്ങനെ ഓരോരുത്തരുടെ ഒരു ടെക്നിക്കൽ സെൻസ് ഉപയോഗിച്ച് അതിനെ പല രീതിയിലാക്കി അങ്ങനെയാണ് പല പാട്ടുകളുടെ ബാക്കിങ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടോൺസ് ഇപ്പൊ ഇവർ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല സൗണ്ടിൽ ഇതെങ്ങനെ കേൾക്കണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ചില പാട്ട് ചെയ്യുന്ന സമയത്ത് നോക്കി ഇത് കാറിൽ പോയി സ്റ്റീരിയോയിൽ കേൾക്കുമ്പോ ഇങ്ങനെ സൗണ്ട് ചെയ്യണം, ഇഫക്റ്റ് കിട്ടണം എന്ന് വിചാരിച്ച് തന്നെ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല അത്ര ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നില്ല. അന്ന് മറ്റു പല കാര്യങ്ങൾക്കും ആയിരുന്നു പ്രാധാന്യം. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ആ ഒരു പ്രാധാന്യം മറ്റു പലതിലേക്കും മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒരു രണ്ടുപേരും പാടും. എനിക്ക് സുശീൽ ശ്യാമിൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്. വിഷ്ണു ചേട്ടൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്. അതായത് പുതുതായിട്ട് വന്നതിനകത്തുള്ള പറയാണ് വിഷ്ണു വിജയൻ ഗപ്പി മൂവിയൊക്കെ ചെയ്ത ചേട്ടൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ്. ഒരു രണ്ടുപേരും ഏതെങ്കിലും ഒരു പാട്ടിലെ ഇഷ്ടപ്പെട്ട സുശീൽ ശ്യാമിൻ്റെ ഒരു പാട്ട് പാടാം. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇപ്പം ഞങ്ങളുടെ ഒരു പ്ലേലിസ്റ്റിലുള്ളൊരു പാട്ടാണ്. ഉയിരിൽ തൊടും തളിർ വിരലാവണി നീ അരികെ നടക്കണി അലയും ചുടുകാറ്റിനു കൂട്ടിണയായി നാം ഒരു നാൾ കിനാക്കുടിലിൽ ചെന്നണയുമിരുനിലാവലയായി ആരും കാണാ ഹൃദയതാരമത് ഉരുകി നാമെന്നാരും കേൾക്കാ പ്രണയജാലകഥ പലവൊരു പറയുമോ. ഇതിനൊരു പ്രത്യേക ഫീൽ തന്നെയാണല്ലോ ഈ പാട്ട്. കുമ്പളങ്ങി നൈറ്റ്സിലെ പാട്ടില്ലേ ചേട്ടൻ പാടുവോ? ഞാൻ നേരത്തെ പാടുമായിരുന്നു, പക്ഷെ ഇപ്പൊ പാട്ടുകാരുടെ കൂടെ വായിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് പാടാനുള്ള കോൺഫിഡൻസ്. അങ്ങനെ പിന്നെ ബാക്കി നിങ്ങൾക്ക് കുറെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ? അപ്പോൾ പിന്നെ അതൊക്കെ എങ്ങനെയാ? അതിലൊരു ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും നടന്ന ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് പെട്ടെന്ന് മനസ്സിൽ നിന്ന് ഓർത്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? അത് ഞാൻ സ്റ്റാർ സിംഗറിൽ പാടിക്കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ വാൻ മേഘം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ട്രാക്സിനകത്തും അതിൻ്റെ പല്ലവി അനുപല്ലവി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ സ്റ്റേജിൽ പോയി പാടിയപ്പോൾ അതിൻ്റെ ചരണം കൂടി പാടി. അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് ഓർക്കസ്ട്ര ടീമിലുള്ളവരും അല്ലാതെ വേദിയിലുള്ള അല്ലാതെ ഉണ്ടായിരുന്നവർ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഇതിന് ഇങ്ങനൊരു ഭാഗം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വളരെ അത്ഭുതത്തോടു കൂടി ചോദിച്ചു. അപ്പോൾ ഞാനത് ശരിക്കും ഈ പാട്ട് ഞാൻ ഷോയിൽ പാടാൻ സമയത്ത് ഇതിന് ചരണം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഇങ്ങനെ ഡൗട്ട് വന്നിട്ട് അന്നത്തെ ഗ്രൂമേഴ്സ് ചിത്ര ചേച്ചിനെ ഫോൺ ചെയ്ത് എനിക്ക് തന്നു. എന്നിട്ട് ചിത്ര ചേച്ചി ഫോണിൽ കൂടി അതിൻ്റെ ആ ലിറിക്സ് പറഞ്ഞു തന്നിട്ട് ഞാനത് എഴുതിയെടുത്തു. അതായത് അതിൻ്റെ റെക്കോർഡിങ് ടൈമിൽ ആ പാട്ട് ഫുൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഓഡിയോയ്ക്കകത്തും അതിൻ്റെ വീഡിയോ സോങ്ങിനകത്തും എല്ലാം അതിൻ്റെ പല്ലവി അനുപല്ലവി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചരണം ആദ്യമായിട്ടൊരു ഷോയിൽ പാടിയത് ചിലപ്പോൾ അത് ഞാനായിരിക്കും. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ അത് ഇപ്പോഴൊക്കെ അത് പാടുന്നുണ്ട്, പക്ഷെ അന്ന് അങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴത്തേക്കും ചിലപ്പം നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കാം. കാരണം ഇപ്പം 10 മണിയാകുമ്പോഴത്തേക്കും ലൗഡ് സ്പീക്കറൊക്കെ ഓഫ് ചെയ്ത്, അതായത് ഈ നോയ്സ് പൊല്യൂഷൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഉറങ്ങണം എന്നൊക്കെ ഉള്ള രീതിക്ക് ഡിസിഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്താ? തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ഒരു ഫീൽഡിനെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തിൽ കൂടുതലായി. ഒരു 2 സീസൺ, കുറഞ്ഞത് 2 സീസണെങ്കിലും ആയിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നാടക കലാകാരന്മാരാണെങ്കിലും ഗാനമേള ട്രൂപ്പുകളാണെങ്കിലും ബാലയാണെങ്കിലും അതായത് പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമമുണ്ട്. പല സ്ഥലങ്ങളിലും 10 മണിയാവും നമ്മുടെ ഈ ക്ഷേത്രാചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കഴിയാൻ തന്നെ ഒരു 10 മണിയാവും. അപ്പോൾ അതിനുശേഷം പിന്നെ പ്രോഗ്രാം നമ്മൾ നടത്താനായിട്ട് പലയിടത്തും പറ്റാറില്ല. പിന്നെ വേറെ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചില എല്ലാ ഉദ്യോഗസ്ഥരും എന്ന് പറയുന്നില്ല. അപ്പൊ ഈ 10 മണിക്ക് ശേഷം നോക്കൂ, നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിനൊരു സ്ഥലത്ത് വരുന്നത് ഇത്രയും ദൂരത്ത്. ഞങ്ങൾക്കിത് പാലക്കാട് വരെ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ പാലക്കാട് വരെ പ്രോഗ്രാം ചെയ്യാനായിട്ട് പോയി. അവർ പറയുന്ന സമയത്ത് ഓർഗനൈസേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ പ്രശ്നമില്ല, അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുന്നു.
ഇത് കേട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് രാവിലെ യാത്ര തുടങ്ങി വൈകിട്ട് പാലക്കാടെത്തി. പല സ്ഥലത്തും പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് ഫ്രഷ് ആവാനോ ഒന്നും പറ്റാറില്ല. ചിലപ്പോൾ ചെന്ന് പെട്ടെന്ന് ഡ്രസ്സ് ചെയ്തായിരിക്കും നമ്മൾ സ്റ്റേജിലോട്ട് കയറുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ പ്രോഗ്രാം നടത്താനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഈ ഒരു കാര്യം ഇങ്ങനെ അൺസർട്ടൺ ആയിട്ട് നിൽക്കുകയാണ്. എങ്ങാനും 1 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു മനോഭാവം നമ്മൾ രണ്ട് ഗുണ്ടകൾ സാമൂഹ്യ ദ്രോഹികളാണെന്നുള്ള ഒരു രീതിയിലാണ് ചിലരെങ്കിലും. അങ്ങനെ അല്ലാത്ത ഒരുപാട് പേരുണ്ട്, ഞാൻ അങ്ങനെ പറയല്ല. അപ്പൊ അവരുടെ ഒരു സമീപനം, അവരുടെ നിപ്പ് നോക്കിട്ട് കഴിഞ്ഞാൽ നടത്തണ 11 മണി വരെ നടത്തി കാണിക്കുന്നുള്ള ഒരു രീതിയിലും നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന ഒരു അത്ര ഒരു അറോഗന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവർ പലപ്പോഴും പെരുമാറുന്നത്. ഇത് എനിക്ക് മാത്രമുള്ള ഒരു അനുഭവമല്ല. ഇപ്പോൾ ഈ ഒരു നിയമം വന്നതിന് ശേഷമുള്ള ഒരു വിധപ്പെട്ട ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ രണ്ടാമതൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നില്ല. കൂടുതലും നാടക സമിതികൾക്ക് അത് ഭയങ്കരമായിട്ട് അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഗാനമേളയ്ക്ക് ആണെങ്കിലും അങ്ങനെ സെക്കൻഡ് പ്രോഗ്രാം ഒരു ദിവസം 2 പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇല്ലാതാവുക. നമ്മുടെ ഒരു നല്ല വരുമാനം അങ്ങനെ കുറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതിനെതിരെ ഇപ്പം കാഫിന്റെ നേതൃത്വത്തിലൊക്കെ, കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിലൊക്കെ അതിനെതിരെ അപ്പീൽ പോകുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അടുത്തൊരു സീസൺ ആകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആകും എന്ന് പ്രതീക്ഷിക്കാം. നമുക്കിപ്പം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. മേളില് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു മണ്ഡപമൊക്കെ നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ സെറ്റ് ചെയ്തിട്ടില്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും. നിങ്ങൾ രണ്ടുപേരും കുറെ പ്രമുഖരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ലേ? അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുടെ പേരും കൂടെ പറയോ? ഉണ്ണിമേനോൻ സാർ, എം ചേന്ദ്രൻ സാർ, പിന്നെ ജാസി ഗിഫ്റ്റേട്ടൻ, അൻവർ സാത്തേട്ടൻ, അൻവറിക്ക, പിന്നെ പ്രശാന്തേട്ടനും ഒത്തിരി പേരുടെ കൂടെ വായിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. എനിക്ക് പ്ലേ ബാക്ക് സിംഗേഴ്സിനോടൊപ്പവും വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം ക്ലാസിക്കൽ സിംഗേഴ്സിൻ്റെ കൂടെ വളരെ ഫേമസ് ആയിട്ടുള്ള എം ജി ശ്രീകുമാർ സാറ്, ചിത്ര ചേച്ചി, മധു ബാലകൃഷ്ണനോട്, ബിജു നാരായണൻ, അങ്ങനെ പലരോടും വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണല്ലേ നമ്മുടെ കലാമണ്ഡപം. അതെ, വന്നാട്ടെ. ഇത് വളരെ കേരള ട്രഡീഷണൽ ഒരു ടച്ച് ഉള്ളൊരു ഹോളാണല്ലോ. അതെ അതെ അതെ. ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഇപ്പോൾ യോഗ ക്ലാസ് അതുപോലെ ഡാൻസ് ക്ലാസ്സുകളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. അതോടൊപ്പം അവരുടെ പെർഫോമൻസിനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ പുറത്തുള്ള ചെറിയ ഫംഗ്ഷനുകളും ഒക്കെ ഞങ്ങൾ ഇവിടെ നടത്താറുണ്ട്. ഓ ശരി ശരി. ഇത് ഭയങ്കര ഭംഗിയുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇന്റീരിയർ ഒക്കെ കാണാനൊക്കെ. അതിന്റെ കൂടെ ഒരു ഗ്രൗണ്ടും കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഒരു ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്. ഓ ശരി ശരി. ആ ഊഞ്ഞാലിന് കാരണം ഉണ്ടാകുന്നത് ഓണമായതുകൊണ്ടാണ്. സത്യത്തില് ഓണ സമയത്തായിരുന്നു നമ്മുടെ ഇനാഗുറേഷൻ. അതുമല്ല, ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ നിയർ ബൈ ഒന്നും ഒത്തിരി വീടുകൾ അധികം ഇല്ല. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ഒരു എപ്പോഴും ഒരു കുറച്ച് ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും ഇവിടെ ഉണ്ട്. പിന്നെ പുറത്തുള്ള ഇപ്പോൾ പ്രോഗ്രാംസിന് നമ്മൾ പ്രോഗ്രാംസ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടുള്ളത് ഇപ്പോൾ മ്യൂസിക് ആൻഡ് ഡാൻസ് പ്രോഗ്രാംസോ അവരുടെ ഷൂട്ടിനോ അതല്ലാതെ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ ഈ ഹോള് കൊടുക്കുന്നുണ്ട്. ശരി ശരി. ചിലർ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും പിന്നെ നമ്മുടെ കുട്ടികൾക്ക് പിന്നെ നമ്മൾ വേറൊരു സ്റ്റേജിലോട്ട് അവരെ കൊണ്ടുപോകണ്ട, നമുക്ക് ഇവിടെ തന്നെ ഒരു നർച്ചറിങ് കൊടുക്കാം. നമുക്ക് ഇവിടെ സൗണ്ട് സിസ്റ്റവും നമ്മൾ ലൈറ്റിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് ഫിയർ ഉണ്ടാവില്ല അല്ലേ ഇത് കഴിഞ്ഞിട്ട് വേറെ? അതെ അതെ. നമ്മുടെ ഉദ്ദേശം ഇപ്പോൾ കുട്ടികൾ ഐറ്റംസ് പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്ന കുട്ടികളുണ്ട്, അതിന് വേണ്ടിയിട്ട് മാത്രം വരുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് മ്യൂസിക് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവിടെ സ്റ്റേജിൽ തന്നെ വിത്ത് മൈക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും സ്റ്റേജിൽ കയറുമ്പോൾ. ആ ഒരു ഉദ്ദേശത്തിലൂടെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അപ്പോൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. പക്ഷെ ഇവിടം വിട്ട് പോകാനും തോന്നില്ല. എന്തായാലും ഉടനെ ഇങ്ങോട്ട് വരാം എന്ന് പ്രതീക്ഷിക്കുന്നു തബലയായിട്ട്. അപ്പം എന്തായാലും നമുക്ക് പ്രോഗ്രാം ഒരു ഓണപ്പാട്ട് വെച്ചങ്ങ് നിർത്താം. ഓണപ്പാട്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെയൊക്കെ മനസ്സിലോട്ട് വരുന്ന ഒരു പാട്ടായിക്കോട്ടെ. ഈ പാട്ട് നമുക്ക് ചേർന്ന് പാടിയാലോ? അതെ ശരി. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും കള്ളവും
ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം, വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമത്രേ, തുല്യമത്രേ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണാശംസകൾ.